അമേരിക്ക ഇപ്പോൾ ഇറാനോട് ന്യായമായ ഒരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നു. നമ്മളത് അമേരിക്കയുടെ മാത്രം ആവശ്യമെന്ന് കണക്കിലെടുക്കരുത്. ലോക ജനങ്ങളുടെ ആവശ്യമാണ്. ഒരു രാജ്യം, പ്രത്യേകിച്ച് ഏകാധിപത്യം അല്ലെങ്കിൽ മതഭരണം നടത്തുന്ന ഒരു രാജ്യം, രാജഭരണവും മതഭരണവും നടത്തുന്ന രാജ്യം അവർ ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കും. ഒരു ജനാധിപത്യ രാജ്യത്തിൽ തീരുമാനങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഇറാൻ അണ്വായുധ കരാറിൽ ഒപ്പിടേണ്ടത് ലോകജനത്തിൻ്റെ ആവശ്യം. ഇന്നത്തെ ഈ പോക്ക് കണ്ടാൽ ഭൂമിയിൽ നിന്ന് ലോകാവസാനം എന്ന് മതങ്ങൾ പറയുന്ന കാര്യം മതങ്ങൾ കൊണ്ട് തന്നെ ഒരു പക്ഷേ മനുഷ്യൻ്റെ ജീവൻ്റെ വംശനാശം, മനുഷ്യൻ എന്ന ജീവിയുടെ വംശനാശം സംഭവിക്കാം. അത് മതം കൊണ്ട് തന്നെ ഉണ്ടാകും. ആ മതം ഉണ്ടാക്കിയവർക്ക് അറിയാം. അതിനുള്ള പണിയെല്ലാം അവരൊപ്പിച്ചിട്ടുണ്ട്. അവർ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് വന്നു, ദൈവം എന്നോട് സംസാരിച്ചു. ഇന്ന് ജീവിച്ചിരിക്കുന്ന പലർക്കും അത് പറയാൻ കഴിയും. എന്നോട് ദൈവം സംസാരിച്ചു, ഇന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന്. ഓരോ പഴയ മതങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായി ഒരു പുതിയ മതം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾ വിചാരിച്ചാൽ ഉണ്ടാക്കാൻ കഴിയും. കാരണം എല്ലാ മതങ്ങളും അയാൾ പഠിച്ചിരിക്കുന്നു. അതെല്ലാം കൂടെ കണക്കിലെടുത്ത് ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ഒരു പുതിയ മതം ഉണ്ടാക്കാം. ഇപ്പം നമ്മുടെ വിഷയം അതല്ല. അമേരിക്ക ഇപ്പോൾ ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ന്യായമായ ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. അണ്വായുധ കരാറിൽ രാജ്യങ്ങൾ ഒപ്പുവയ്ക്കണം. അണ്വായുധം അനാവശ്യമായി ഉപയോഗിക്കാൻ പാടില്ല. മനുഷ്യൻ്റെ ജീവനും മറ്റ് ജീവജാലങ്ങളുടെയും ജീവന് നാശമായി അണ്വായുധം ഉപയോഗിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരു മതഭരണ രാജ്യം. അവരെന്തും ചെയ്യും. അവർ മതമേ നോക്കൂ. ഇപ്പോൾ റഷ്യ അതിനെതിരായി കൂട്ടുപിടിക്കുന്നു. ഇറാനോട് കൂടി കൂട്ടുപിടിച്ച് നല്ല വിളഞ്ഞമയാനാണ് റഷ്യ ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത്. ഒരു കൊച്ചു രാജ്യമായ ഹിറ്റ്ലറോട് യുദ്ധം ചെയ്ത് അവരുടെ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ തയ്യാറായ ഒരു രാജ്യമാണ് റഷ്യ. ഇപ്പോൾ ഇറാന് കൂട്ടുനിന്ന് ഒരു ലോകമഹായുദ്ധം പോലെ കൊണ്ടുവരുന്നു, സഖ്യം ചേരുന്നു. ഇവിടെ ഇപ്പോൾ റഷ്യ പറയേണ്ടത് ന്യായമായ കാര്യമാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. ഇനി അമേരിക്ക വലുതായി പോകും, റഷ്യയുടെ ആധിപത്യം ഇല്ലാതെ പോകും, അവർ ചെറുതായി പോകും എന്നുള്ള ചിന്ത കൊണ്ടൊക്കെ ആയിരിക്കാം റഷ്യ ഇപ്പോൾ ഇറാന് കൂട്ടുപിടിച്ച് നല്ല വിള ചമയുന്നത്. അവരുടെ പ്രീതി പിടിച്ചു പറ്റുക, അല്ലെങ്കിൽ ഇറാന് സപ്പോർട്ട് ചെയ്യുന്ന ലോക ജനതയുടെ, ഇറാൻ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ന്യായം നീതി നോക്കിയായില്ല മനുഷ്യൻ സപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ മതം, എൻ്റെ ജാതി, അങ്ങനെയൊക്കെയാണ് ആയിരിക്കാം. അപ്പോൾ നമുക്കിവിടെ ആവശ്യം ജാതി, മത, കളർ ഒന്നുമല്ല. നമുക്ക് ന്യായം, നീതി. നിങ്ങൾ ഏത് ജാതി ആയാലും ശരി, ഏത് മതമായാലും ശരി, നിങ്ങളുടെ ദൈവം ആരായാലും ശരി, ഇവിടെ നമുക്ക് ആവശ്യം ന്യായമാണ്. ന്യായമായ ഒരു കാര്യമാണ് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പം നോക്കൂ, താലിബാനിൽ സ്ത്രീ സ്വാതന്ത്ര്യം ഇല്ലാതാവുന്നു. ഒരമ്മ പ്രസവിക്കുന്നതാണ്
പുരുഷനെയും സ്ത്രീയെയും, ആണിനെയും പെണ്ണിനെയും. അപ്പോൾ രണ്ടും ഒരു ഈക്വലാണ്. അപ്പോൾ അവിടെ ഒരു ആരോ സ്ഥാപിച്ച ഒരു മതത്തിൻ്റെ പേരിൽ അവിടെ അയാളുടെ ബുദ്ധിയിലുണ്ടായ ആ മതചിന്ത, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ചിന്ത, ഇരുളിൻ്റെ കാലഘട്ടത്തിലുണ്ടായ ചിന്ത, അതായത് ഒപ്പത്തിനൊപ്പം ജീവിക്കേണ്ടതായ, ഒരുമിച്ച് സഹകരിച്ച് ജീവിക്കേണ്ടതായ ഭാര്യയും ഭർത്താവും, ഒരു പുരുഷനും സ്ത്രീയും. ആ സ്ത്രീയെ അടിക്കാമെന്ന് പറയുന്നതിൽ അങ്ങനെ ചിന്താഗതി കൊണ്ട് എഴുതിയ, അതിന് പുറകെ പോകുന്നത് തന്നെ തെറ്റായ ഒരു കാര്യം. അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ്റെ കൂടെ പോകുന്നത് തന്നെ തെറ്റായ കാര്യം. അങ്ങനെ ഇരിക്കെ ആ മതത്തിൻ്റെ പറഞ്ഞിരിക്കുന്ന രീതി ഇപ്പം നടപ്പിലാക്കാൻ താലിബാൻ തയ്യാറാക്കുന്നു. ഭാര്യയുടെ എല്ല് ഒഴിയാതിരുന്നാൽ മതി, അതുവരെ അടിക്കാം. ഇതെന്ത് ന്യായം, എന്ത് നീതി? ലോകത്തിലെ എല്ലാ സ്ത്രീകളും ഇത് ഒരുമിച്ച് നിന്ന് ഏതെങ്കിലും ഒരു രാജ്യത്തോട് ആവശ്യപ്പെട്ട് ആ രാജ്യത്തിനെ കൊണ്ട് ഈ താലിബാനിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കണം. അടിമത്തം നിലനിർത്തിയിരുന്ന ഒരു കാലം, ആയിരക്കണക്കിന് വർഷം അടിമത്തത്തിനെ കൊണ്ട് മനുഷ്യനെ അടിമയായി വച്ചിരുന്നു. ഒരാൾ വിചാരിച്ചപ്പോൾ ആ അടിമത്തം ഇല്ലാതാക്കാൻ കഴിഞ്ഞു. ഇവിടെയും ഇപ്പോൾ നമുക്ക് അടിമത്തം ഇല്ലാതാക്കണം. ഈ അടിമത്തം ഇന്നത്തെ കാലഘട്ടത്തിൽ, സത്യം കണ്ടുപിടിച്ച കാലഘട്ടത്തിൽ, ഭൂമിയുടെയും പ്രകൃതിയുടെയും ഈ ഭൂഗോളത്തിൻ്റെയും എന്നല്ല പ്രപഞ്ചത്തിൻ്റെ തന്നെ സത്യാവസ്ഥകൾ കണ്ടുപിടിച്ചു സയൻസ്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു നിയമം താലിബാൻ കൊണ്ടുവന്നത്, താലിബാൻ എന്ന രാജ്യം യാതൊരു കാരണവശാലും ഈ ഭൂമിയിൽ ഭരിക്കാൻ യോഗ്യതയില്ല. അതുകൊണ്ട് അവരെ നിലയ്ക്ക് നിർത്താൻ ഏതെങ്കിലും ഒരു രാജ്യമോ സംഘടനകളോ മനുഷ്യരോ തയ്യാറാക്കണം. തൽക്കാലം ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നീട് വീഡിയോയിൽ വീണ്ടും വരാം. ബായ്.